നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡബ്ല്യൂഎസിന്റെ പുതിയ വീഡിയോ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ലൈഫ് വ്ലോഗ്സ് തന്നെയാണ്. നമ്മളിന്ന് തിങ്കളാഴ്ച രാവിലെയാണ് നമ്മളിന്ന് മോളിൽ മരണം വീട്ടിൽ പോകാനുണ്ട്. അവർ മരിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. നമ്മളിപ്പോൾ പോകണം, വീട്ടിൽ ചെല്ലാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അന്ന് അങ്ങോട്ട് പോകണം. പിന്നെ നമുക്കിന്ന് കുറേ കാര്യം ചെയ്യാനുണ്ട്. സുധീരിപ്പോൾ ഇന്നലെ നമ്മൾ ലീവ് കഴിഞ്ഞ് വീട്ടിൽ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയുള്ളൂ ലീവിന് വേണ്ടി. പക്ഷേ ആ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇച്ചിരി പണിയായി ഗൈസ്. അത് സാലറിയിലേക്ക് കുറച്ച് ഉടായ്പ കാണിച്ചു. അതുകൊണ്ട് ചിലപ്പോൾ മിക്കവാറും നിർത്തിയിട്ട് വേറെ ജോലി നോക്കാനുള്ള പ്ലാൻ ഉണ്ട്. വേറെ ലീവ് വേക്കൻസി ഒക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ജോബുണ്ട് ഈ ഹോം കെയറിൽ തന്നെ. അപ്പോൾ അതിനുവേണ്ടി നോക്കാനുള്ള പ്ലാനിലേക്കാണ് ഞാൻ രാവിലത്തെ പല്ലൊക്കെ വെച്ച് പ്രശ്നപ്പെട്ട് ശ്രുതിയും പല്ലൊക്കെ വെച്ച് പ്രശ്നപ്പെട്ട് ഇപ്പാണ്. ശ്രുതിയെ മുടിയൊക്കെ വിരിച്ചിട്ട് പ്രാന്തിയെ പോലെ ഇരിക്കുന്നു. എടീ പ്രാന്തി, വാ പോവാ, സമയമായില്ല. അവിടെ മോളിൽ കയറി പോകണ്ടേ. പോയിട്ട് വന്നിട്ട് നമുക്ക് ചന്തയിലൊക്കെ പോകാനുള്ള സാധനം ചെയ്യാനുണ്ട്. ഇന്ന് എലിയെ പിടിക്കാനുള്ള എല്ലാ സാധനം സെറ്റപ്പ് ചെയ്ത് എലിനെ വെച്ച് ഫുള്ള് ലോക്ക് ചെയ്ത് ആ നാറയും കൂടെ കൊല്ലണം. മാവ് പാക്കറ്റ് എടുത്തുകൊണ്ട് പോയി. ഇന്ന് കാണണം ഗൈസ്. അവിടെ പോയി മാവ് ഗൈസ്. ഇതിനകത്ത് മാവിൻ്റെ പാക്കറ്റ് നോക്കും ഗൈസ്. ആ സൈഡ് ഉണ്ടോ ഫുള്ളും പൊട്ടിച്ച് ഓട്ടയുടെ അകത്ത് നിന്നിട്ട് പോയേക്കണം ഈ സൈഡിൽ. നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഈ മാവ് പാക്കറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ ജീവിച്ച് പോകുന്നത്. പിന്നെ ഷെൽഫ് തന്നെ എഴുതി ഇറക്കിക്കൊണ്ട് വാങ്ങിച്ച ഷെൽഫാണ് ഇത്. വേറെ ചേച്ചി വാങ്ങിച്ചതാണ്, നമുക്ക് ഷർണി ചേച്ചി വാങ്ങിച്ചതാണ് അല്ലേ? ഷർണി ചേച്ചി അല്ലേ? വാങ്ങിച്ചതാണ്. എന്നിട്ട് ആ ഷെൽഫ്, ഈ കട്ടില്, ഇത് സോഫ, ഈ കസേര ഉണക്കം സേവ ഭാരതിക്കാർ വാങ്ങിച്ചതാണ്. അങ്ങനെ പല പല ആളുകൾ വാങ്ങിച്ചെന്ന് ഹെൽപ്പ് ചെയ്ത സംഭവം പല നമ്മൾ ഉപയോഗിക്കണേ. അതിലൂടെയൊക്കെ എലി കയറിയിട്ടാണ് ഈ പറഞ്ഞത് നമുക്ക് പണി തന്നത് ഇല്ല നിമിഷം. അപ്പോൾ പിന്നെ അതിനൊന്ന് പിടിക്കാനുള്ള ഹരി ചെയ്യണം. ഇത് ഡ്രൈ നട്ട്സ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഞാൻ ശ്രുതിക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്ത ഗൈസ്. എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ശ്രുതിക്ക് വാങ്ങിച്ചത്. ശ്രുതിക്ക് ഭയങ്കര ഇഷ്ടമായ സംഭവം ഡ്രൈ ഫ്രൂട്ട്സ് ഗൈസ്. ഈ കോപ്പി ശ്രുതിക്കുള്ള വെള്ളമാണ്. ശ്രുതി ഇത് കുടിച്ചു ചേർക്കും. ഒരു ദിവസം 2 ലിറ്റർ വെള്ളം കൊണ്ട് ഒരു ദിവസം കുടിച്ചു ചേർക്കണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കൂല. പക്ഷേ എൻ്റെ കുപ്പി ഉണ്ടോ ഗൈസ്? ഞാൻ കാണിച്ചില്ല. അതൊക്കെ എൻ്റെ കുപ്പി തീരാറായി. ശ്രുതി കുപ്പിയുടെ അനക്കൂല. ഇത് രണ്ടും ഒരുമിച്ച് നിറച്ച കുപ്പിയാണ്. രണ്ടും ഒരുമിച്ച് നമ്മൾ കെട്ടി വളർത്തുന്ന സമയത്ത് ഒരുമിച്ച് നിറച്ച കുപ്പിയാണ്. ഞാൻ ഇന്നലെ എൻ്റെ അത് തീരാറായി. ഞാൻ ഇനിയിപ്പോൾ വീണ്ടും നിറയ്ക്കുന്നു. ശ്രുതിയുടെ എത്ര കണ്ട് തുടങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ. അതാണ് ഇനിയിപ്പോൾ എപ്പത്തിനാണ് ശ്രുതി വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ് ഗൈസ്. നിങ്ങൾ വെള്ളമൊക്കെ ഡെയിലി നന്നായിട്ട് കുടിക്കണം. വെള്ളം കുടിച്ചില്ലാണെങ്കിൽ മൂത്രമൊക്കെ അടച്ചിട്ട് അങ്ങനത്തെ അസുഖങ്ങൾ, വയറ് ബുദ്ധിമുട്ട്, പിന്നെ വയറുവേന അല്ലേ, ഡേറ്റ് ആകുമ്പോഴുള്ള വയറുവേന, അതൊക്കെ ശ്രുതിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ വെള്ളം കുടിക്കാത്തതിൻ്റെ പേരിലാണ്. അപ്പോൾ നിങ്ങളൊക്കെ വെള്ളം നന്നായിട്ട് കുടിക്കുക. ശ്രുതി പക്ഷേ എത്ര വന്നാലും കുടിക്കൂല. ശ്രുതിക്ക് ദാഹമില്ല എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ദാഹിച്ചിട്ട് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ദാഹം ഇച്ചിരി കൂടുതലാണ്. ഓടാ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഗൈസ്. ഇത് കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ശ്രുതിക്കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് നാരങ്ങയാണ് ദൈവമേ. എന്താ ഞാൻ കഴിച്ചത് വേറൊന്ന് ഡ്രൈ ഫ്രൂട്ടായിരുന്നു, മഞ്ഞ കളറിൽ. ആപ്പിൾ പക്ഷെ മാങ്ങയല്ല. എനിക്കൊന്ന് പപ്പായ ആയിരിക്കും തോന്നുന്നു. അയ്യോ ഇത് നാരങ്ങ. ഓ വേണത് നാരങ്ങ ഭയങ്കര. അപ്പൊ എന്തായാലും മോളിൽ പോകാം. കയറി ഇറങ്ങി സമയം മോളിൽ പോകണം. മോശമൊന്നുമില്ല. നമ്മൾ സ്ഥിരമായിട്ട് മുകളിൽ നടക്കാൻ വേണ്ടി പോകുമ്പോൾ മോളിൽ പോയി ഇരിക്കാറുള്ള സ്പീഡായിരുന്നു. ഇല്ലെന്ന് ഷോ നമ്മൾ കുറേ ആയിട്ട് അങ്ങോട്ട് പോകാറുണ്ട്. താഴെ പരുത്തിപ്പുള്ളി പിള്ളേരോട് കളിക്കാൻ വേണ്ടി സൂര്യ അങ്ങോട്ട് പോകുന്നതിൻ്റെ പേരിൽ നമ്മൾ ഇങ്ങോട്ട് മോളിൽ കയറായിരുന്ന കുറേ നാളായിട്ട് കയറായിരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കയറിയപ്പോഴാണ് ആദ്യം നമ്മളെ കണ്ടിട്ട് അന്ന് വൈകിട്ടാകുമ്പോഴേക്കും ആദ്യം മരിക്കുകയും ചെയ്തത്. അപ്പോൾ നമുക്ക് വിഷമമായി പോയി. നിമിഷം ആദ്യം അങ്ങനെയൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ വണ്ടി ഇതായത് ആദ്യം പറയുകയും ചെയ്തു. ശ്രുതി പണിക്കോണം വീട്ടിൽ അത് ഇങ്ങനത്തെ പഴയ സാധനം ഒന്ന് ശ്രുതിയെ പറ്റിക്കണം ചെയ്യുന്നത് കേസ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. സാലറി തരുമ്പോൾ സാലറി തരണം. അതുകൊണ്ട് പഴയ സാധനം പറ്റിക്കണം, അന്ന് പറ്റിക്കേണ്ടത്. ഇത് അവർക്ക് വേണ്ടാത്തുള്ളവർ കളയാൻ വെച്ച സാധനങ്ങൾ ശ്രുതിക്ക് തന്നിട്ടേക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പേരിലൊക്കെ സാലറി കുറച്ച് പിടിച്ചിരിക്കുക. എന്ന് വെച്ചാൽ 300 രൂപ കുറച്ചുണ്ട് സാലറി കേസ്. അവർ പറഞ്ഞ സാലറിയിൽ നിന്ന് 300 രൂപ കുറച്ചാണ് സാലറി കൊടുത്തത്. ആദ്യം പറഞ്ഞു ഞാനും കൂടെ പോയി നിൽക്കുന്നതിന് വലിയ 200 രൂപ കുറച്ച് ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞ മാസമൊക്കെ. അപ്പോൾ 1-ാം തീയതി ഒരു ആർജനും വീട്ടിലാക്കിയിട്ട് അതാകുമ്പോൾ സാലറി ഞാൻ പറഞ്ഞ സാലറി എത്രയാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ഞാൻ 1-ാം തീയതി വീട്ടിൽ പോയി. 1-ാം തീയതി കൂടെ 5 ദിവസം നിന്നതിനും സാലറി വെച്ചപ്പോഴേക്കും അതിൽ വീണ്ടും 100 കൂടെ കുറച്ച് മൊത്തം 300 രൂപ കുറച്ച് തന്നത് സാലറി. അല്ലേ ശ്രുതി? അത് വലിയ പറ്റിപ്പാണ്. ഇങ്ങനെയൊന്നും പറ്റിക്കുമ്പോൾ ആദ്യം ശരിക്കും ഗതി പിടിക്കില്ല. ഇങ്ങനെയൊക്കെ പറ്റിച്ചത് നമ്മളൊക്കെ ഇവർക്ക് ഇങ്ങനത്തെ വീട് കാണിക്കുന്നവരൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത് പിടിയില്ല ശരിക്കും പറഞ്ഞാൽ. എനിക്കത് ദേഷ്യം കയറും. ഞാൻ ശ്രുതി തോന്നുന്നു സാലറി വാങ്ങിച്ചോ അല്ലെങ്കിൽ ആ ജോബ് നിർത്തിയിട്ട് വേറെ ജോലിക്ക് പോകുന്നത് ശരിക്കാണ്. എന്തായാലും ഈ ആ ജോബ് നിർത്തും സാലറി തന്നില്ലെങ്കിൽ എന്നിട്ട് വേറെ ജോലിക്ക് പോവാം. അത് നടക്കുള്ളൂ അല്ലേ ശ്രുതി? ഇനി കാരണം അത്രയും പറ്റിക്കുന്ന സാലറിക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് വിടാൻ ശ്രുതിനെ വിടാൻ താല്പര്യമില്ല. കാരണം ഹോം കെയർ ഗ്രൂപ്പ് എൻ്റെ ഇഷ്ടമുണ്ട് കേസ്. ആ ഇഷ്ടംപോലെ ജോബ് വേക്കൻസി ഉണ്ട്. നമ്മുടെ റോൺ ബ്രോയാണ് എനിക്ക് ആ ഗ്രൂപ്പ് അയച്ചു തന്നത്. എല്ലാ ഗ്രൂപ്പിലും ആടാക്കുന്ന ഗ്രൂപ്പ് ബ്രോ 8 ഗ്രൂപ്പുകളുണ്ട് ബ്രോ. എനിക്ക് 10-26 ഗ്രൂപ്പുണ്ട്. 8 ഗ്രൂപ്പിൽ ഞാനുണ്ട്. അപ്പോൾ അതിന് വേക്കൻസി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ജോബിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കയറാം. അത് വിളിച്ച് സംസാരിച്ച് കയറാം. ഏജൻസി വഴിയൊക്കെ വരുന്നത്. അപ്പോൾ അതുപോലെ ഒരു ജോബ് വരുമ്പോൾ സുധീനെ കയറാനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. എന്തായാലും നോക്കാം. പോവാം. നമുക്ക് സമയം കഥ പറഞ്ഞ് ലേറ്റ് ആയിക്കൊണ്ടിരിക്കാം. എനിക്ക്
വിഷമങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാം. നമ്മുടെ വീഡിയോസിൽ നമ്മൾ പറയുമ്പോൾ എല്ലാം നമ്മുടെ തന്നെ മെമ്മറീസും കൂടിയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു നാൾ അതും അവരൊന്ന് ബാഗ് അതാണ് ഇതിനകത്ത് സാധനമൊക്കെ പഴയ സാധനമൊക്കെ കൊടുത്തിട്ട് ഇവിടെ പറ്റിക്കാണ് ചെയ്തത്. ബ്രാൻഡ് കൊണ്ട് കാര്യമില്ല ശ്രുതി. അവർ ഉപയോഗിച്ച് വേണ്ടാത്തതും അവർ പുതിയത് വാങ്ങിച്ചതിന് ശേഷം നിനക്ക് പഴയത് തരാണ് ചെയ്തത്. അത് മനസ്സിലാക്കുക ആദ്യം. അല്ലാതെ ആരും നിനക്ക് വേണ്ട സാധനം വാങ്ങിച്ച് പുതിയത് വാങ്ങിച്ചു തന്നിട്ടില്ല. അവർ ഇതേ വാങ്ങിച്ചു തന്നെ പുതിയതായിട്ട് വാങ്ങിച്ചു തന്നത്. ഇപ്പോൾ ശ്രുതി ഉപയോഗിക്കുന്ന പൗച്ചിന് ആ പൗച്ച് വാങ്ങിച്ചു കൊടുത്ത് മറ്റേ ശ്രുതി ഒന്ന് ആ പൗച്ച് പുതിയതായിട്ട് വാങ്ങിച്ചു നോക്കാണ് അല്ലേ. ശ്രുതിയോടെ സാധനമൊക്കെ എന്ത് വരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 10, 100, 150 രൂപ സാധനത്തിന് വരികയുള്ളൂ. ഈ 100 രൂപയ്ക്ക് 150 രൂപ സാധനം തന്നിട്ട് ഒരു ദിവസം സാലറിയിൽ 300 വെച്ച് പിടിച്ചാൽ 1850 രൂപ തരാണ്ട് പിടിക്കത്തി. ആ പൈസ തന്നിട്ടില്ല. ആ പൈസ തരണം. വിടാൻ പറ്റില്ല ശ്രുതി. ശ്രുതി എവിടെ ജോലിക്ക് പോയി ഇതൊക്കെയാണ് അവസ്ഥ. അതുകൊണ്ട് എനിക്ക് സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോവാണ്. ഇനിയെങ്കിലും എവിടെയും ജോലിക്ക് പോയി ഞാൻ പൈസ വാങ്ങിക്കണം. ഓക്കെ, ഇനി ഞാൻ നിനക്ക് ജോലി ചെയ്തു തരും. അപ്പോൾ അതാകുമ്പോൾ ഞാൻ കുത്തിപിടിച്ച് സാലറി വാങ്ങിച്ചോളാം. നോ വറീസ്. ശ്രുതി ആയിക്കോട്ടെ. ആച്ച പോലെ വാ പോവാം. സമയം എണ്ണ തേക്കണ്ട, മതി, കുഴപ്പമില്ല. വാ വന്നിട്ട് കുളിച്ച് ഫ്രഷായിട്ട് നമുക്ക് ഓടാൻ ചന്തയിൽ പോകണം. അപ്പൊ പിന്നെ സ്മൂത്ത് ചെയ്ത് എന്തായിരിക്കും അവസ്ഥ? ആയിക്കോട്ടെ. ആ പിന്നെ എണ്ണ തേക്കണ്ട, എന്തെങ്കിലും കാണിക്ക്, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും മോളിൽ പോയിട്ട് വന്നിട്ട് കുളിച്ച് ഫ്രഷാവാം. ഇതിലൂടെ മോളിൽ കയറാം. മോളിൽ പോകണം. ശ്രുതി പിടിച്ചേ എന്നാ. ഞാൻ ഫോൺ വിളിച്ചുകൊണ്ട് കയറിക്കാൻ ശരിയാവില്ല. ഞാൻ കയറുന്ന വീഡിയോയിലൊക്കെ ഞാൻ എങ്ങനെ കയറുന്നത്? കഷ്ടപ്പാട് കാണുന്ന ആളുകൾക്ക് വഴിയുടെ അവസ്ഥ എന്താണ്? കുത്തനെ കയറാൻ ഇച്ചിരി പാടല്ലേ? അല്ല, നിനക്ക് ഇച്ചിരി എന്നെക്കാളും എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ കയറി. എനിക്ക് അത്ര ഇല്ലല്ലോ. അങ്ങനെ അവിടെ പോയി നിൽക്കുകയാണ്. എന്നിട്ട് പോകാം. ആദ്യം കയറുന്നതൊക്കെ കോമഡിയാണ്. അത് കയറ്. നമ്മുടെ തൈകൾ നമ്മളതൊക്കെ അത്തിങ്ങൾ മുറിച്ച് കളഞ്ഞു. കയറി ചേട്ടാ. കുഴിച്ച് എന്നാലും ഞാൻ ആലോചിക്കാണ്, എന്നെ ചൊറിയണം അങ്ങനെ തട്ടിയില്ലേ ദൈവമേന്ന്. രാവിലെ പറമ്പിൽ പോയി ഇരുന്നതാ ചൊറിയണത്തിൻ്റെ മണ്ടയിൽ. ചൊറിഞ്ഞ് പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്തു കേട്ടോ. ഞാൻ ചൊറിഞ്ഞില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ ചൊറിച്ചിൽ പോയി. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നേണ്ട വഴി, നിങ്ങൾക്ക് വഴി കാണാൻ പറ്റില്ല. എന്നൊക്കെ എൻ്റെ പറമ്പായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇന്നലെ പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. മരിച്ച ഈറ്റകളെല്ലാം. അപ്പോൾ അതിൻ്റെ ഭക്ഷണം ബാക്കിയുണ്ട് ഇഷ്ടം പോലെ. രാവിലെ അതുകൊണ്ട് കഴിക്കാൻ വേണ്ടി പറയുന്നത്. മണി 11 എന്തായാലും പോകാം. ഇവിടെയും ഞാൻ പണ്ട് കളിച്ചുകൊണ്ടിരിക്കാൻ ഇരിക്കുന്ന സ്ഥലമാണ്. പാറക്കെട്ടാണ്. അവിടെ മണ്ണടിച്ച് ഇവിടെ നിന്ന് ഫോട്ടോ ഉണ്ടെന്നാണ് തങ്കച്ചി പറഞ്ഞത്. പണ്ട് അന്ന് ഇങ്ങനെയൊന്നും അല്ല ഇഷ്ടം പോലെ പാറയുണ്ട്, കുന്നു പോലെയൊക്കെ. കിച്ചു വീഡിയോ നമ്മളെ പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെ കാണുകയാണെങ്കിൽ അറിയാൻ പറ്റും. വീടും എല്ലാം ആളെ മനസ്സിലാവും. നമ്മളെ വീഡിയോയിൽ കമൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് മാമി. കട്ടൻ ചായ അടിച്ചപ്പോൾ കപ്പയും കട്ടൻ ചായയും കുടിച്ചപ്പോൾ കപ്പയും കട്ടയും മാത്രമല്ല ചിക്കൻ കറിയും ഉണ്ടടാന്ന് പറഞ്ഞ് കളിയാക്കിയാണ്. ടാർപ്പേ കഴിച്ച് എല്ലാം സെറ്റാക്കി ചേച്ചിരിക്കണം. അപ്പം എന്തായാലും പോയിട്ട് വരാം. ഞാനിവിടെ ഒന്നും ഫുഡൊക്കെ ചൂടിരിപ്പാണ്. മരണ വീട്ടിൽ തന്നെ. ശ്രുതിയാണെങ്കിൽ അവിടെ കഥയും പറഞ്ഞിരിപ്പാണ്. ശ്രുതിനെ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ പോയി വരില്ല. ഞാനിവിടെ പണ്ട് സ്ഥിരമായിട്ട് വരുമ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് കസേരയിട്ട് പ്രകൃതി ആസ്വദിച്ചിരിക്കാറ് പതിവ്. അപ്പോൾ ഇവിടെ ഞാൻ പുറത്തിരിക്കാന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ കസേരകളൊക്കെ ഈ മരണമായിട്ട് ബന്ധപ്പെട്ട് അവർ വാടകയ്ക്ക് എടുത്ത് റെൻ്റിൻ്റെ എടുത്തതാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പുറത്തിരിക്കുകയാണ്. ഇത്ര നേരം അകത്തിരിക്കുകയായിരുന്നു. അകത്തിരുന്നിട്ട് ബോറടിച്ചപ്പോൾ ഞാൻ അതൊക്കെ പുറത്ത് ഇറങ്ങിയത്. നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങ് ദൂരെ കാണുന്ന ആ മുകളിലത്തെ മലയൊക്കെ അത് അഗസ്ത്യ റോഡ് മലയാണ്. അതിൻ്റെ വേറൊരു ഭാഗമാണ് ഇവിടെ നിന്ന് കാണുന്നത്. പക്ഷേ വേറെ സൈഡ് പക്ഷേ അതിന് വ്യൂ അവിടെ പോയി നിന്ന് കാണാനായിട്ട്. ശ്രുതി വന്നിട്ടാണ് അങ്ങോട്ട് പോകുമ്പോൾ ജസ്റ്റ് അവിടെ നടന്നിട്ട്
ആ വ്യൂ ഒക്കെ ഒന്ന് വാങ്ങി കണ്ടെടുത്ത് തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് ശ്രുതി പെട്ടെന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു. അപ്പോൾ കേസ് നമ്മൾ വന്നിട്ട് പെട്ടെന്ന് കുളിച്ച് ഫ്രഷപ്പായി. ഇനി നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റി ചന്തയിൽ പോകണം. ശ്രുതിയും കുളിച്ച് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക, ഞങ്ങൾ ഡ്രസ്സ് മാറ്റി പോകണം, ഫാസ്റ്റായിട്ട് പോകണം. 2:30 ബസ്. അപ്പോൾ അതിന് സമയത്ത് 1 മണിക്കൂർ സമയമുണ്ട്. ആ സമയത്ത് ഒതുങ്ങിയിട്ട് പോകണം. ഡ്രസ്സൊക്കെ നമ്മൾ മുക്കി വെച്ചിട്ട് ബക്കറ്റ് മുക്കി വെച്ചിട്ടുണ്ട്, ആ മുകളിൽ ഇരിക്കുന്ന ബക്കറ്റിൽ മുക്കി വെച്ചിട്ടുണ്ട്. വന്നിട്ട് അലക്കിടാനായിട്ട് ഇതൊക്കെ ഇന്നലെ അലക്കിയിട്ട് ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അത് വന്നിട്ട് എടുക്കാം എന്ന് വിചാരിക്കുന്നു. മഴ പെയ്യൂല, നല്ല വെയിൽ ചൂടുണ്ടേ. ഒരുങ്ങി പ്രശ്നമായി ഞാൻ എൻ്റെ പഴയ ഫോണിലേക്ക് വന്നിരിക്കുകയാണ്. പഴയ നമ്മുടെ നോക്കിയ ഫോണിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ ഫോൺ സിം എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. സുധിയുടെ ഫോൺ എടുക്കുമ്പോൾ ഫുള്ള് വരവരെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടാണ്. അതാണ്. അപ്പോൾ എന്തായാലും ഈ ഫോൺ സുധി എനിക്ക് വാങ്ങിച്ചിരുന്ന ഫോണാണ്. പണ്ടത്തെ ഫോൺ സുധിയുടെ സ്വന്തം പൈസ സുധി പണ്ട് വാങ്ങിച്ചതാണ്. ഇത് എടുത്ത് വെച്ചേക്കാണ് കുറേ കാലത്ത് ഉപയോഗിക്കാതെ. എന്തായാലും ഇത് വീണ്ടും എടുത്ത് ഉപയോഗിക്കുന്ന അവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ അല്ലേ ശ്രുതി? പിന്നെ ഇത് കൊണ്ടിരിക്കുകയാണ്, മുടിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി. സുന്ദരിയായിട്ടുണ്ട്. ഓ സെറ്റായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങാണ്. ഒന്നും ചെയ്തിട്ടില്ല, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, കണ്ണു എഴുതിയിട്ടുണ്ട്, പൗഡർ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ പൗഡർ പൊതുവേ ഇടൂല, അതിന്റെ പേരിൽ ആദ്യം എപ്പോഴും വഴക്ക് പറയും. പൗഡർ ഇടാൻ വേണ്ടി ഞാൻ പറയാറില്ല, പൗഡർ ഇടുന്നില്ല, എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ചെയ്യണം എന്നുള്ളത്. പക്ഷെ എനിക്കിഷ്ടം കണ്ണു തരുന്നത് ലിപ്സ്റ്റിക് ഒന്നും ഇഷ്ടമാണ്. അതുകൊണ്ട് അത് ഞാൻ എപ്പോഴും പറയും. പൊട്ട് വെക്കണം എനിക്ക് ഇഷ്ടമാണ്. ഒന്നും പൊട്ട് വെച്ചിട്ടില്ല, പൊട്ട് വെക്കും. ആ ഓക്കെ. നമ്മളിതേ വാതിലൊക്കെ പൂട്ടി ഇറങ്ങി. ശ്രുതി ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയിട്ട് ലുക്കായിട്ടുണ്ട്. തേങ്ങ ലുക്കാണ് ഇപ്പോൾ. ഇപ്പോഴാണ് പെണ്ണായത്. ബാപ്പുവ മറ്റത് കുട എടുത്തോണ്ട് മഴക്കാറായി. മഴ പെയ്യാൻ പറയാൻ പാടില്ല. എന്തായാലും നോക്കാം അല്ലേ ശ്രുതി? പിന്നെ എൻ്റെ ചെറിയ ഫോൺ എന്നാ പിടിച്ചേ, വീഡിയോ എടുത്തോ. ഞാൻ ഇറങ്ങട്ടെ. ചാർജ് ഇല്ലാത്ത കുഞ്ഞു ചാർജേ ഉള്ളൂ. അത് ഉടനെ എന്തിനാണ് നോക്കെ കാണിച്ചു തരാം. എന്തിനാണ് എടുക്കണേ? ഓ മണി 2:11. ഇപ്പൊ അതാണ് എന്റെ നോക്കിയ. ഗൈസ് ആ ഫോൺ ഞാൻ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കീപാഡ് ഫോണ്. ആർജിക്കും അതറിയാം. ഞാൻ എന്തായാലും എനിക്കൊരു കീപാഡ് ഫോൺ വാങ്ങിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമാണ്. ഇപ്പം പിന്നെ അത് എപ്പോ കൊറോണ സമയത്ത് ഞാൻ വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ചത് ഒരു ഫോണും ഇല്ല അന്ന് നമുക്ക്. ഫോണൊക്കെ കംപ്ലൈന്റ് ആയിപ്പോയി, കായലിലൊക്കെ പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മീൻ പിടിക്കാൻ പോയി. വെള്ളപ്പൊക്കത്ത് നന്നാക്കി കൊടുത്ത് അതിനെ കൊണ്ടൊന്ന് വെള്ളത്തിൽ കൊണ്ടുപോയി കളഞ്ഞ് അതടിച്ചു പോയി. മുങ്ങി എടുത്തു കൊടുത്ത് അനിയെ, പക്ഷെ അത് അടിച്ചു പോയി ഉപ്പുവെള്ളം കയറിയിട്ട്. സോ ഇനിയിപ്പം നേരെ അതെന്റെ ഫോണായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ പരസ്യം കണ്ടില്ലേ, ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു ഫോണായിരുന്നു. ആ അത് വേറെ ലെവലൊരു ഫോണായിരുന്നു ഗൈസ്. കാരണം ഇങ്ങനെ ചരിക്കുമ്പോഴും നിവർക്കുമ്പോഴും 2 കളറായിട്ടൊക്കെ തോന്നുന്ന പോലെ ഇല്ലേ? ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചെടുത്ത സാധനമാണ്. അത് നോക്കണം കേട്ടോ, എപ്പോഴും തിരി നോക്കണം കേട്ടോ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണേ. എന്തായാലും പോവാം. പോയി ഇനി ബസ് കിട്ടും ബാക്കി വിശേഷം. മോളിൽ കൂടിയാണ് നടക്കുന്നത് കേട്ടോ, താഴെ കൂടിയല്ല. നമ്മുടെ ഈ ഒരു വ്യൂ പോയിന്റ് ഉള്ള ആ ഒരു സ്ഥലത്ത് കൂടിയാണ് പോണത്. എന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു സാധനം എനിക്ക് വേണമെന്ന് ആർജിയുടെ അടുത്ത് പറയാം. ആദ്യം എനിക്ക് പറിച്ച് തന്നിട്ടേ ഇല്ല. അതവിടെ നിന്ന് പോയിന്ന് തോന്നുന്നു ഗൈസ്. അതാരോ പറിച്ചോ? ഇല്ല, കൊറേയൊക്കെ കൊഴിഞ്ഞു പോയി. കുന്നിക്കുരു നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ കാണിച്ചു തരാം ഗൈസ്. കുന്നിക്കുരു കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കാണിച്ചു തരാം. ഈ നിൽക്കുന്ന സാധനം കുന്നിക്കുരു ആണ്. എവിടെ? എന്റെ കൈ കാണാനില്ലല്ലോ. ഇതാ ഈ നിൽക്കുന്നത് കുന്നിക്കുരുവാണ്. ആ ചുമപ്പ് പോലെ കാണുന്നുണ്ട്. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ല. എന്തായാലും പോവാം. പറക്കിട്ട് കളയാനല്ല, എനിക്കത് വേണം. നമ്മളവിടെ ഫുള്ളും പോയി. ഞാൻ നോക്കിയായിരുന്നു കഴിഞ്ഞ ദിവസം തേങ്ങ എടുക്കാൻ പോയപ്പോൾ. എനിവേ നടന്ന് അവിടെ എത്തട്ടെ. നമ്മുടെ ബസ് സ്റ്റോപ്പിലെത്തി. ഇവിടെ ജിപ്പാണ്. ഇവിടെ 2 കമ്പനിക്കാരെ കുറച്ച് സംസാരിച്ചിരിക്കാം. ബസ് വരട്ടെ, നമ്മുടെ വെയിറ്റിംഗ്. ബസ് വരുന്നുണ്ട്. നമുക്കിനി ബസ് കയറി പോവാം. നമ്മളിവിടെ വരുന്നുണ്ട്. നമ്മൾ മകനൊക്കെ പോകാൻ തരും.
ഒരു കലാകാരി ഇരിക്കുന്നത്. കൊലാകാരിയാ. ഹായ്. ആ അത് അതൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളത് പാവയ്ക്ക വാങ്ങണം. ശ്രുതി പാവയ്ക്ക വാങ്ങണം. നമ്മൾ ബസ് സ്റ്റോപ്പ് ഇറങ്ങി. ബസ് സ്റ്റോപ്പിലുണ്ട്. നമ്മൾ ചന്തയോടത്ത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയത് എന്തായാലും. സാധനമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ പോകണം. ഇവിടെ പാർട്ടികളുമായിട്ടുള്ള പ്രചരണമൊക്കെ നടക്കുന്നുണ്ട്. ഇച്ചിരി പണിയാണ്. സർവത്ത് വാങ്ങിച്ച് കുടിക്കണം ഗൈസ്. ഒന്നും പഴം സർവത്ത് നോട്ടെ കൺസ്ട്രക്ഷൻ. അത് സാധാ സർവത്ത് എനിക്കിത് സുതുക്കി. സാധാ സർവത്ത് എനിക്കാണ്. അപ്പോൾ സർവത്ത് കുടിച്ചു. ഇന്നോട് നിന്ന് പോയി സാധനം വാങ്ങണം. നല്ല വെയിലാണ്. ചൂട് കാരണം ഒരു വെള്ളം കുടിക്കുന്നത് നല്ലതല്ലേ. അതേ കേസ് നമ്മൾ മീനോട് വാങ്ങിച്ച് പച്ചക്കറി അവിടെ അമ്മൂമ്മയുടെ അടുത്ത് വാങ്ങിച്ച് ജ്യൂസ് കുടിച്ച് വന്നിട്ട് സർവത്ത് കുടിച്ച് വന്നിട്ട് പിന്നെ നമ്മുടെ പുതിയ ബിൽഡിങ്ങിൽ നമ്മൾ കിടക്കാം. നമ്മുടെ ഇതിൻ്റെ ഇവിടുത്തെ ചന്തയുടെ ബിൽഡിങ് പോലെ നടക്കാം മീൻ മാർക്കറ്റിൻ്റെയൊക്കെ. അപ്പോൾ എന്തായാലും കുറച്ച് മീൻ വാങ്ങിച്ച് നമുക്ക് പോവാം. നമ്മൾ കുറച്ച് പച്ചക്കറി വാങ്ങിച്ച് കുറച്ച് മത്തി വാങ്ങിച്ചു. മത്തിക്ക് ഭയങ്കര ഒരു കേസ് അതുകൊണ്ടത് ഇവിടെ തൂക്കിയൊന്നും തരില്ല കേസ്. അതുകൊണ്ട് കള്ളത്തരം ശരിക്കുമ്പോൾ നടക്കുന്നത്. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ വാങ്ങിച്ച് ശരിക്കുന്നതിന് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് മത്തിക്ക് 100 രൂപ. നമ്മുടെയൊക്കെ ഒരു കിലോയ്ക്ക് 120 രൂപയ്ക്ക് തരും. പക്ഷേ ഇത് 1 കിലോ കൊണ്ട് സംശയമാണ്. ഇത് നഷ്ടമാണെന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. എണ്ണയൊക്കെ വെച്ചേക്കണത് 6, 7, 8 ഉണ്ടാവുള്ളൂ മാക്സിമം. എണ്ണയ്ക്ക് 8 ഇല്ലെന്ന് തോന്നുന്നു. 7 തോന്നുന്നു. 100 രൂപ ചെറിയ മത്തിയാണ്. സമ്പൂടായ്പാണ് ഫുള്ളും. പിന്നെ കച്ചവടക്കാരില്ല അവർക്കും ജീവിച്ചുകൊണ്ടേ. എന്തുകൊണ്ട് ഇങ്ങനെ പറ്റിക്കാൻ പാടുമോ? തൂക്കി തരേണ്ട സാധനം തൂക്കി തരാതെ. നമ്മൾ ശ്രുതിക്കും എനിക്ക് ചെരുപ്പ് അങ്ങോട്ട്. ശ്രുതിക്ക് ചെരുപ്പ് വാങ്ങിച്ചില്ല. നമ്മൾ എനിക്ക് വാങ്ങിച്ചില്ല. എന്തായാലും നമ്മളിപ്പോൾ ചെരുപ്പൊന്നും വാങ്ങിച്ചിട്ടുണ്ട് 2 പേർ കൂടെ ആയിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോലെ കാലം ചെയ്യാം. എനിക്കൂടെ ചെരുപ്പ് പിന്നെ വാങ്ങിക്കാൻ വിചാരിച്ചു. പിന്നെ നോക്കാം ഗൈസ്. എനിക്കും ചെരുപ്പ് വാങ്ങിച്ചു. ശ്രുതിക്കും ചെരുപ്പ് വാങ്ങിച്ചു. ചെരുപ്പൊക്കെ ശ്രുതിക്കൊരു കമ്മൽ ഗിഫ്റ്റ് കിട്ടി ചെരുപ്പ് വാങ്ങിച്ചപ്പോൾ. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ള ചൂസ് ചെയ്യാന്ന് പറഞ്ഞ് ചെറിയ നമ്മൾ സെലക്ട് ചെയ്ത്. മറ്റേ ജിമിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് വേണമെന്ന് പറഞ്ഞിട്ട് ചെറുതാണ് സെലക്ട് ചെയ്തത്. ജിമിക്ക് ശ്രുതിക്ക് കൊള്ളുകയെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് ചെറിയ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. ഇനി ബസ് കയറി വീട്ടിൽ പോകണം. അതാണ് മെയിൻ റെഡി. എന്തായാലും വീട്ടിലേക്ക് പോകാനുള്ള കാര്യം ചെയ്യാം. ഇനി ബസ് എപ്പോഴാണോ പറയുന്നത്? ഇപ്പോൾ സമയം 4:20. ഉച്ചയ്ക്ക് വന്നാണ്. ഇപ്പോൾ 4:20 സമയം. നമുക്ക് ഈ ബസ് വന്നു കഴിച്ചു. ഭയങ്കര തിരക്കാണ്. തിരക്കൊച്ച് വേറെ ഒരു തിരക്കായിരുന്നു. ഇവിടെ പാർട്ടിക്കാരുടെ സമ്മേളനം കിടക്കുന്നത്. നമുക്ക് അതിൽ ഓട്ടോ കയറിയാണ് വീട്ടിൽ പോകാനായിട്ട്. ഇനി ഇവിടെ നിന്ന് ബസ്സൊന്നുമില്ല. നല്ല ദൂരമുണ്ട്. എന്തായാലും ശ്രുതി ഓട്ടോ കയറി ഞാനും പോയി കയറട്ടെ. പെട്ടെന്ന് പോവാം. നമുക്ക് ചാരുപുടി നമ്മൾ പോകാം. നമ്മളത് മുകളിലൊന്ന് ഇറങ്ങി. ശ്രുതിയാണ് പോണത്. ശ്രുതി പോണത് കാണുന്നില്ല. ക്യാമറ ക്ലാരിറ്റി ഇല്ലേ. നടന്ന് പോയി ഗൈസ്. ശ്രുതി സാധനം കൂടെ കൊണ്ടുപോയി. നമ്മുടെ സാധനമായിട്ട് ഞാൻ താഴത്ത് വീട്ടിൽ പോട്ടെ. ഓട്ടോറിക്ഷ പോയുള്ളൂ. ഞാൻ വീട്ടിലേക്ക് പോവാം. ശ്രുതി അവർക്ക് കുറച്ച് മിച്ചറും മീനൊക്കെ വാങ്ങിച്ചായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടി പോയിരിക്കാണ്. അത് കൊടുത്തിട്ട് വരട്ടെ. നമ്മളെ കൊണ്ടതൊക്കെ പറ്റുള്ളൂ ഗൈസ്. നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ വയ്യ. നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ ചെറിയ ഹെൽപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി വൈകിട്ട് നമ്മൾ മുകളിലേക്ക് കയറി പോകണം. അവരുടെ വീട്ടിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകുള്ളൂ. താഴെ പരുത്തിക്കൂടെ പോകാനുണ്ട് നമുക്ക്. പിന്നെ ഗൈസ് നമ്മുടെ ഗ്യാസ് ഇവിടെ കൊണ്ടുവച്ചിട്ട് വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. കാലിക്കുത്തി നമ്മൾ അവിടെ മുകളിൽ വീട്ടിൽ വെച്ചിരിക്കല്ലേ. അപ്പോൾ അവിടെ കൊണ്ടി പോയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ നിന്ന് താഴെ വരെ എത്തിക്കണം. എൻ്റെ ഒന്നും അത് ശ്രുതി തന്നെ വരണം. എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്ക് ആ വഴിക്കൊണ്ട് നടക്കൂല. ഇവർക്കും നടക്കില്ല. അപ്പോൾ പൈസ കൊടുത്തിട്ടില്ല അവർക്ക് ഗ്യാസിൻ്റെ. പൈസ എൻ്റെ അടുത്തിരിക്കുന്നത് ഫോൺ എൻ്റെ അടുത്തിരിക്കുന്നത് ഗൂഗിൾ പേ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ശ്രുതി അത് വാങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് വരും എൻ്റെ അടുത്ത്. പൈസ കൊടുത്തിട്ട് മറ്റോട്ട് പതിപ്പിക്കാൻ എന്തായാലും ബുക്കിൽ അത് പതിപ്പിക്കണം. OTP എൻ്റെ ഫോണിലാണ് മുന്നേ. OTP ഞാൻ തന്നെ കൊടുക്കണം. സാധനങ്ങളും കൊണ്ട് വരണം. കിച്ചുകുഞ്ഞേ പാവം. അമ്മ പോയതോടെ ആകെ ഒരു ഡള്ള പോലെ ആയി. പിന്നെ ഞാൻ കുറ്റിയും കൊണ്ട് ഇതുവഴി അങ്ങനെ കുറ്റി പതുക്കെ ഉരുട്ടി ഇറക്കണം. സൂക്കിന്റെ ബാഗാണ് കൈസ്. എൻ്റെ വീട്ടു ജോലിക്ക് പോയപ്പോൾ എനിക്ക് കിട്ടിയത് ആകെ ഒരു ബ്രാൻഡ് സാധനവും അതാണ്. അപ്പോൾ എന്തായാലും കിച്ചു എൻ്റെ കൂടെ വരും. അപ്പം എന്തായാലും ആർജെ ഈ സാധനം കൊണ്ട് അതുവഴി ഇറങ്ങി വരണം. എന്തായാലും ഞാൻ ഇതിനെ ഇറക്കട്ടെ. ശരിയെന്നാ. എൻ്റെ ഉടുപ്പ് കീറിയെന്ന് തോന്നുന്നു. നോക്ക് ഇവിടെ 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 അല്ലേ കുറ്റി എടുത്തതാണ്. വണ്ണം കൂടുതലാണ്. മസിൽ പെരുവിയതാ. ഡ്രസ്സൊക്കെ മസിൽ പെരുവിയതാണ്. ഞാൻ ഇവിടെ കിച്ചൺ അവരോട് വരും. നമുക്ക് ഇതിൽ കൂടെ പറ്റില്ല. എനിക്ക് അതിൽ കൂടെ ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ കൂടെ ഇറങ്ങുള്ളൂ. അതുകൊണ്ട് ഫോൺ കയ്യിൽ നിന്ന് ഫോൺ ഇടുന്നുണ്ട് ഗൈസ്. ഞാൻ എല്ലാ സാധനങ്ങളും ഇതിൽ കൂടെ ഇറങ്ങി താഴെത്താറായി. ശ്രുതി എത്തിന്ന് തോന്നുന്നു വീട്ടിലേക്ക്. ഇത്രയോട്ടൊന്ന് അവിടെ ശ്രുതിക്കുന്ന കുത്തനെ താഴത്തിറക്കിയാൽ മതിയല്ല. എനിക്ക് പക്ഷേ ചുറ്റി വരണ്ടേ. അതിൻ്റെ ഒരു പാടുണ്ടായിരുന്നു. നല്ല വേനുണ്ട്. കൈയൊക്കെ എൻ്റെ ഒന്നും
എല്ലായിടത്തൊക്കെ പിടിച്ചിട്ട് ഫോൺ പിടിച്ച് നടക്കാൻ പാട് കാണുന്നുണ്ടോ ഗൈസ്. ആ വഴിയിലെ ശ്രുതി അവിടെ നിൽക്കുന്നത് കറുത്ത ഡ്രസ് ഇട്ടിട്ട് ഗ്യാസ് കുറ്റി തള്ളി ഇറക്കിക്കൊണ്ടിരാണ്. ഗ്യാസ് കുറ്റി വീട്ടിൽ കൊണ്ട് തരൂല ഗൈസ്. അത് പറഞ്ഞത് ഈ വീട്ടിൽ കൊണ്ട് നടക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. മറ്റേ ചുറ്റുവരുന്ന വഴിക്കൊണ്ട് നടക്കാം, പക്ഷേ അവർ ചെയ്യൂല. അവർ വഴിയിൽ വെച്ചിട്ട് പോകും. നമ്മൾ ഇതുപോലെ ഉരുട്ടി താഴത്തെത്തിക്കണം. അതെ, അത് അപ്പുറത്തുകൊണ്ട് പോയി ശ്രുതി അതിൽ കൂടെ അത് ഉരുട്ടി കൊണ്ടുവരണം. പാടാണ്. അതാണ് വീട്ടിൽ പോയി വീട്ടിടിഞ്ഞ് വീഴും. ആണ് വേറെ പ്രശ്നം. ശ്രുതി അവൻ തള്ളിയിട്ട് ഇവിടെ വീണ് ഗ്യാസ് കുറ്റി പൊട്ടിയില്ല ഭാഗ്യം. ഇതുപോലെ പൊട്ടിത്തെറിച്ച പണി പാടും. നമ്മുടെ കാര്യമൊക്കെ പോക്കാവും. എവിടെ ശ്രുതി ഉണ്ട്? അതെ, അതിൽ കൂടെ ഇറങ്ങിയേ ഇവിടെ വരെ എത്തിച്ച്. ഇനി ഞാനും കൂടി പിടിച്ച് വീട്ടിൽ കൊണ്ടുപോകാം. നമുക്ക് പണിയാണ് കേസ്. ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് നമ്മൾ വീട്ടിൽ ഗ്യാസ് എത്തിക്കുന്നത്. വീട് മുകളിലായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വീട് ഇത്രയും കുഴിയിലതിൻ്റെ പോലെ ഇത്രയും പാട് നമുക്ക് ഇനി വീട്ടിൽ കൊണ്ടുപോകാം. നമുക്ക് ഒരു മാക്കേടെ നല്ലതാ. എങ്ങനെ അതാ അത് കൊട്ടയാണോ? കൊട്ടയാണല്ലോ. അത് വെട്ടിപ്പിടിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും തോർന്ന് വെക്കാനും പറ്റില്ല. ആ അതെ, മാറിക്ക് കഷ്ടപ്പെട്ട് കൊണ്ടുവരുമ്പോ ഈ കയ്യൊന്ന് പൊക്കി നിർത്തണോട്ടെ. തുറക്ക് ഇപ്പോഴത്തെ തളർന്ന് ചത്ത് കിച്ചു നമ്മുടെ കൂടുതൽ അതില്ലെങ്കിൽ ഫുഡ് ഉണ്ടാവില്ല കിച്ചു അല്ലേ? ചത്ത് ഇപ്പോഴാണ് ഹാപ്പി ആയത്. തീർന്ന് സന്തോഷമായില്ലേ? ഹാപ്പി. അപ്പൊ ഇനി തലണമെന്ന് എങ്ങനെ കാശ് കൊടുത്ത് വാങ്ങും? അപ്പൊ കൈ ശ്രുതി പറഞ്ഞു ശ്രുതിക്ക് കുളിക്കണം എന്ന് പറഞ്ഞു. നേരത്തെ കുളിച്ച ആളാണ് ശ്രുതി. രണ്ടാമത് വീണ്ടും കുളിക്കാനുള്ള സാധനം. ശ്രുതി നേരത്തെ കുളിച്ചുകൊണ്ട് കുളിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ നല്ല അതുകൊണ്ട് ഓടിപ്പോയി കുളിച്ചിട്ട് നമുക്ക് താഴെ പോവാം. കുളിക്കാതെ പോയി ശരിയാവില്ല അല്ലേ ശ്രുതി? കിച്ചുവിന് ഫുഡ് വെച്ചാ? ശ്രുതി കിച്ചുവിന് അവൻ്റെ പാത്രം താഴെ ഇരിക്കുന്നത്, പക്ഷേ അതിൽ ഉണക്കമീൻ ഇരിക്കുന്നത്. അപ്പോൾ അവൻ കഴിച്ചില്ല. അതുകൊണ്ട് അവൻ്റെ ഒരു കവറിൽ വെച്ച് കൊടുത്തുണ്ടായിരുന്നു. അവൻ കഴിക്കട്ടെ അല്ലേ? നമുക്ക് ആ സമയം കൊണ്ട് കുളിച്ച് പ്രശ്നം ഓടി പോയിട്ട്. അപ്പോൾ കഴിച്ച് നമ്മളിത് കുളിച്ച് പ്രശ്നപ്പെട്ട് താഴത്തിറങ്ങി പോകാൻ നടക്കാൻ വേണ്ടി പോകണം. ഇങ്ങനെ താഴെ വരെ പോകണം. നമുക്കൊരു ഓർഡറൊക്കെ വരുന്നുണ്ടാണ്. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി പോകണം. നമുക്കല്ല, നമ്മുടെ താഴത്തെ വീട്ടിൽ ചേച്ചിക്ക് വേണ്ടി നമ്മൾ 2 തലയാണ് ഓർഡർ ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അത് ക്യാഷ് ഓൺ ഡെലിവറി അത് വരും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ചേച്ചി കൊടുത്തിട്ട് പൈസ വാങ്ങിച്ച് കൊടുക്കണം. നമ്മളതിൽ വിളിക്കുള്ളൂ കസ്റ്റമർക്കായിരുന്നു. വിളിക്ക് വരുമ്പോഴും ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അവർ നമ്മളെ വിളിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെ പോകണം. അതുകൊണ്ട് അങ്ങോട്ട് പോകണം. നമ്മളല്ലേ ശ്രുതി? കടയിൽ പോകാനുള്ള കാര്യമുണ്ട്. അവിടെ നിൽക്കാം. ഇല്ല, കുറച്ച് ഫിറ്റായിട്ട് നിൽക്കാൻ പറ്റി. അതെന്നാൽ കണ്ണാടി എടുത്തില്ല. ഞാൻ ആദ്യം നോക്കണം സുഖമാണ്. ഞാൻ കണ്ണാടി എടുത്തില്ല. വന്നപ്പോഴേക്കും എന്തൊക്കെയാണ് തേങ്ങയുടെ ഒരു പരിപാടി. തേങ്ങയുടെ പുതിയ ചെരുപ്പ് കണ്ടോ കേസ്? എങ്ങനെയുണ്ട്? ഇനി എൻ്റെ ചെരുപ്പ് കാണിച്ചില്ല. ഇതാണ് കേസ് എൻ്റെ ചെരുപ്പ്. എൻ്റെ ചെരുപ്പ് തേങ്ങയുടെ ഇതാണ്. ശ്രുതി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കി പൈസ വെച്ച് വാങ്ങിച്ചു തന്നു കേട്ടോ എനിക്ക് വേണ്ടി. അതാണ് കാര്യം. അതാണ് ശ്രുതിയാണ് ഇവിടെ വീട്ടിലെ ഭർത്താവ്. നമ്മൾ ഫിൻലാൻഡിലൊക്കെ പോലെയാണ്. ഫിൻലാൻഡിലൊക്കെ ഭാര്യമാർ വീട്ടിൽ പണിക്ക് പോയിട്ട് ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് പിള്ളേരെ നോക്കുന്നു കേട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇവിടുത്തെ രീതിയിൽ ശ്രുതി നമ്മുടെ അവിടെ അങ്ങനെയാണ്. ശ്രുതി പണിക്കോട്ട് തന്നെ നോക്കുന്നു. അതാണ് രീതി. പക്ഷെ ചിലർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. നിക്കറും വാങ്ങിച്ചത് നിക്കറിന്ന് വാങ്ങിച്ച നിക്കറാണ് കാണുന്നില്ലേ? ഇന്ന് വാങ്ങിച്ച നിക്കറാണ്. പുതിയ നിക്കറാണ്. ഓട്ടയാക്കിയപ്പോയി. ഇത് 100 രൂപ ഈ നിക്കറിന്. 120 200 100 ഉള്ളൂ. 120 ആയിരുന്നു. അപ്പോൾ വാങ്ങിച്ചു തന്നാലും ഇനി നമുക്ക് താഴെ വരെ പോകണം. പിന്നെ ചെരുപ്പ് 2 ചെരുപ്പും വില കുറവാണ്. ശ്രുതിയുടെ ചെരുപ്പ് 100 രൂപ ചെരുപ്പാണ്. എനിക്കാണ് 200 ആയത് അല്ലേ? അപ്പം എന്തായാലും പോയിട്ടാ. എടാ സാധനം ആളെന്ത്? പോക്കറ്റിൽ. ഓക്കെ. നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ കയറാൻ നമ്മൾ ഇപ്പം നേരെ മലയാളം മൂടി കയറി പോവും. തങ്കശ്ശേരി വീട്ടിൽ പോവും. അപ്പോൾ അവിടെ കുറച്ചേരം സമയം സ്പെൻഡ് ചെയ്യണം നമുക്ക്. അവിടെ നമ്മൾ താഴെ സമയം കളയില്ല, പെട്ടെന്ന് വരും. പോയിട്ട് കടയിൽ പോകാണ്ട് മിനിറ്റ്. പിന്നെ പറഞ്ഞ പോലെ സാധനം വാങ്ങിച്ച് കൊടുക്കാനുണ്ട് ശ്രുതി. അതിനോട് പോകണം താഴത്തിൽ 2 ഇടത്തും. ആ തലേണ വാങ്ങിച്ചാൽ അവർക്ക് കൊടുക്കണമല്ലോ. അത് കൊടുത്തിട്ട് നോക്ക്. അതാണ് നമ്മുടെ ബുക്ക് ചെയ്തേക്കണം. പൈസ ക്യാഷ് ഓൺ ഡെലിവറിയാണ്. അപ്പോൾ പൈസ ഇതാക്കി കൊടുക്കണം. അങ്ങനെയൊക്കെ കാര്യമുണ്ടല്ലോ. അപ്പോൾ അതിനോട് നമ്മൾ പോകണം. ഇപ്പോൾ നമ്മൾ പോയിട്ടാ
സന്തോഷേട്ടൻ പൈസ സന്തോഷേട്ടൻ പറഞ്ഞിട്ടാണ് ബുക്ക് ചെയ്തത് അല്ലേ? സന്തോഷേട്ടനെ പറഞ്ഞിട്ട് ബുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ആ സന്തോഷേട്ടൻ ആഗ്രഹം നല്ല തലയാണ് വേണം. ഇവരുണ്ടാക്കിയ തലയാണ്. അപ്പോൾ അത് പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് കുറേ നാൾ നമ്മൾ പറഞ്ഞത് അല്ലേ? നമ്മൾ ആദ്യം മീഷോയിൽ ബുക്ക് ചെയ്തു, പക്ഷെ അത് വന്നില്ല, പറ്റിച്ച്. അപ്പോൾ പൈസ തിരിച്ച് തന്നിട്ടില്ല. അത് ഇനി മീഷോയ്ക്ക് നോക്കണം. പൈസ ഒന്നും കൂടി തന്നില്ല, അങ്ങോട്ട് ചോദിച്ചു നോക്കണം, അന്വേഷിച്ച് നോക്കണം. പിന്നെ ഫ്ലിപ്കാർട്ട് വെച്ച് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തതുകൊണ്ട് കാശ് പോയാൽ പേടിച്ചിട്ട് അതെന്തായാലും നമുക്ക് സാധനം വന്നിട്ടുണ്ട്, വരും. ഇന്നത്തെ നെടുമകളെത്തി. ആ പയ്യൻ വന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞ്. അപ്പോൾ തലേണ അതിൻ്റെ ഒരു വലുതാണല്ലോ, അപ്പോൾ ലാസ്റ്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കുറച്ചായിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് താഴെ വരെ പോവാം. എന്തായാലും നടന്ന് പകുതിയിലെത്തി. അപ്പോൾ താഴെ കടയിൽ പറഞ്ഞ പോലെ പറ്റു കൊടുക്കാനുണ്ട് 500 രൂപ. 522 502 എന്തോ ആയിരുന്നു. അതൊക്കെ പൈസ 10 കൊടുത്തില്ലേ നീ? അല്ല അതും കൂടി ചേർത്തിട്ട് 502 പോടുന്നു. അതിന് മുമ്പ് 492 അത് 10 രൂപ 502. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് പൈസ കൊടുക്കാണ്ട് ഇത് ഇവിടുത്തെ മാമൻ വരുന്നത്. അപ്പോൾ നമ്മൾ മാമനടുത്ത് സംസാരിച്ച് കുറച്ചേരം ഇവിടെ നിന്ന് സമയം പോയി. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോണേക്കാൻ ആരെയും കണ്ട് സംസാരിച്ച് ലേറ്റ് ആവും കേസ്. എപ്പോഴും ഉള്ള സംഭവമാണ്. നമ്മൾ സമയത്ത് അതാ സംസാരിച്ച് പോകും പെട്ടെന്ന് ചെറുപ്പത്തിൽ. അതാണ് ആരൊക്കെ സംസാരിച്ചാൽ നിന്ന് പോവും. അങ്ങനെ ലേറ്റാവുന്നതാണ്. മാമൻ്റെ കണ്ണാടി ഒരെണ്ണം ഇതിൽ കൂടെ വഴിയിലൂടെ വീണിട്ടുണ്ട്. അതവിടെ കിട്ടുകയാണെങ്കിൽ പറയണമെന്ന് പറഞ്ഞു അല്ലേ? നമ്മളാണ് ഏറ്റവും കൂടുതൽ മാമൻ കഴിഞ്ഞാൽ ഈ വഴിക്കൂടെ പോണത്. ശരത്തരവിന് വണ്ടിക്കാൻ പോണതുകൊണ്ട് കാണൂല, നടന്നു പോകണം നമ്മളാണ് അല്ലേ നിശ്ചയം? നമ്മളാണ് ഇവിടുത്തെ എന്താ പറയാ നാട്ടുകാരനുസരിച്ച് നമ്മൾ അതാണ്. അതുകൊണ്ട് കുറേ വഴിയിൽ അറിയാം, നമ്മൾ കുറേ നടന്നിട്ടുണ്ട്. അതാണ് പണ്ട് ഞാൻ കൊച്ചിയിൽ ബസ് കാശില്ലാതെ കൊച്ചി സിറ്റിയൊക്കെ ഹൈക്കോർട്ടും ബ്രോഡ്വേയും പിന്നെ മേലയും അവിടെയും കൂടി എല്ലായിടത്തും നടന്നറിഞ്ഞ് തിരിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ചാടി വന്നു ആർക്കറിയാം. എന്തായാലും അവൻ്റെ കണ്ണാടി സ്പെക്സ് പോയി, അപ്പം കിട്ടിയില്ല എന്ന് പറഞ്ഞ്. ഫസ്റ്റ് 2000 അവലെ നിശോ കിട്ടിയാവും നമ്മൾ കൊടുക്കും, നമ്മൾ കിട്ടാൻ കൂടെ കൊടുക്കും. പക്ഷെ കിട്ടിയിട്ടില്ല, അതാണ് വേറെ കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ കേസ് നല്ല നടത്തം ഉണ്ട്. തിരിച്ച് നടക്കുമ്പോഴേക്കും തളർന്നു പോകും. പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരേണ്ട നിശോ സ്റ്റേ ഇല്ലട്ടാ എവിടെയും കിതയ്ക്കും. ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ കുറേ നാൾ കിതച്ചു. പിന്നെ നമ്മൾ കുറേ നാൾ ശേഷം ഇവിടെ വീണ്ടും വന്നപ്പോൾ ഞാൻ വീണ്ടും കിതച്ചായിരുന്നു. ഇല്ലേ ശ്രദ്ധി? എന്നുവെച്ചാൽ ഒരു വർഷത്തോളം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒരു വർഷം 5-6 മാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് തിരിച്ചു വന്നപ്പോഴേക്കും കിതച്ച് മണ്ടാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാവും. കുപ്പി എടുക്കണം, നമുക്ക് മണം വാങ്ങണം. അപ്പോൾ 2 കുപ്പി എടുക്കണം മണം വാങ്ങാനായിട്ട്. സഞ്ചി എടുത്തിട്ടില്ല മണം വാങ്ങിക്കാനായിട്ട്, കുപ്പി ഇടാനായിട്ട്. ഓ അതെ സരോജിനി എൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കണ്ണു പിടിച്ച് നോക്കുകയാണ്. ആരും എല്ലായിടത്തും എല്ലാവരും ഇങ്ങനെ നോക്കി ഇതാക്കും, ദഹിപ്പിക്കുന്ന പോലെ നോക്കിക്കളയും. ആ സങ്കടം പിന്നത്. വേറെ കുപ്പി വേണ്ടേ? 2 വേണ്ടേ? നല്ല വൃത്തിയുള്ള കുപ്പിയൊക്കെ എടുക്കണം കേട്ടോ. ഇഷ്ടംപോലെ കുപ്പിയുണ്ട്. 2 കുപ്പി ഇട്ടാൽ അത്ര പാടുന്നില്ല. കുറേ കുപ്പി ഇടുമ്പോൾ കൺഫ്യൂഷനാണ്. പക്ഷേ ശ്രുതിയെ കൊണ്ട് ശല്യമാണല്ലോ. 2 കുപ്പിയാണോ? വലുതാ? 2 ലിറ്ററാ? അപ്പോൾ അത് മതി. നമ്മൾ കൈപ്പിടിയുണ്ട്, തൂക്കി പിടിച്ചുകൊണ്ട് പോവാം. അപ്പോൾ സൈക്കിളൊക്കെ പ്രതീക്ഷ ഞാൻ പറഞ്ഞുകൊണ്ട് കയറി ശ്രുതിയിൽ നിശ്ചയിച്ചിട്ട് ഇടയിൽ പോയി നോക്കാം. നിശ്ചയിച്ചിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ 10 ചെറിയ കുപ്പി ഉണ്ടാവും. അതുകൊണ്ട് എന്തിനാണ്? പിന്നെ ഉച്ചയ്ക്കല്ല, അവിടെ 10 രൂപയുള്ളൂ. ഇറക്കണത് കാണാൻ നല്ലത്, പെറുക്കിയെടുക്കാൻ നല്ലത്. അവിടെ പെറുക്കിയെടുപ്പിച്ച് ശ്രുതിക്കൊരു ഭയങ്കര ഇതാണ് കേസ്. ഞാൻ എന്ത് നല്ലത് പറഞ്ഞാൽ പുച്ഛമാണ്. നമ്മളെ തലാണ് ചേട്ടന് വാങ്ങിച്ചത്. തലാണ് ഈ ചേട്ടന് ഇവിടുത്തെ ചേട്ടന് വേണ്ടി വാങ്ങിച്ചതാണ്. ഓ ചേട്ടൻ പറഞ്ഞോട്ട് കുറേ കാലമായി. പൈസ കിട്ടിയില്ല ക്യാൻസൽ ആയിപ്പോയി. ഒന്ന് കാണിച്ചു റീഫണ്ട് ഒന്നുമില്ല. അതിന് കയറി റിപ്പോർട്ട് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കണം. മീഷോയിൽ എങ്ങനെ കഴിച്ച് നമ്മളത് പരുത്തിക്ക് ജംഗ്ഷനിൽ നമ്മൾ കടയിൽ പോവാണ്. റേഷൻ കടയിൽ പോകണം. ഫസ്റ്റ് മണ്ണെണ്ണ വാങ്ങണം. കുപ്പി എന്നിട്ട് എടുത്ത സ്ഥിതിക്ക് ഇനി പിന്നെ
നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കാണ്ട്. അപ്പോൾ അവിടെ കൊടുക്കാനുള്ള പൈസ കൊടുക്കണം. അപ്പോൾ അതൊക്കെ ചേർത്ത് പ്ലാൻ ചെയ്താൽ പോണത്. അല്ലേ ശ്രുതി? നമുക്ക് സമയമില്ല, പെട്ടെന്ന് തിരിച്ച്. എന്തായാലും ഫാസ്റ്റായിട്ട് തിരിച്ചു വരണം. എനിക്കറിയാൻ പാടില്ല. നീ നിൻ്റെ ഫോൺ എടുത്തിട്ടില്ല, എൻ്റെ ഫോൺ എടുത്തിട്ടില്ല. ഇതിപ്പം മറ്റേ വര ഫോണാണ്. എന്തായാലും നമുക്ക് പോയിട്ടാ. നമുക്ക് ഫാസ്റ്റായിട്ട് പോയിട്ട് ഇരുട്ട് മുമ്പ് തിരിച്ച് മോളിൽ കയറണം. നിശ്ചയം മോളിൽ പോകണം നമുക്ക്. അപ്പോൾ പെട്ടെന്ന് പോകണം. അതാണ് അങ്ങോട്ട് പോകണം. എൻ്റെ മുന്നേ കുറേ പണികളുണ്ട് കേസ്. അപ്പോൾ 3 മാസം കൂടുമ്പോൾ ലിറ്റർ മണ്ണുണ്ട് കേസ്. കഴിഞ്ഞ മാസത്തെ മണ്ണെണ്ണം മിസ് ചെയ്ത് കിട്ടിയില്ല. ഈ മാസത്തെ മണ്ണെണ്ണം കിട്ടി. ഇനിയിപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് മണ്ണ് കിട്ടുള്ളൂ. മണ്ണ് 1 ലിറ്റർ കിട്ടിയിട്ടുണ്ട്. അതിനിടയ്ക്ക് വിളക്ക് കത്തിക്കാൻ ഉപകാരപ്പെടും. ശ്രുതി അപ്പോൾ നമ്മൾ മാർക്കിസ്റ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചപ്പിച്ചിട്ട് വീട്ടിൽ പോകുമ്പോൾ കഴിക്കാനായിട്ട്. പിന്നെ മാവ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് രാത്രിക്കാ മാവ്, അത് നാളത്തേക്കാണ്. രാത്രി ഉണ്ടാക്കി കുറച്ച് ബാക്കി നാളെ ഉണ്ടാക്കും. നമ്മൾ അങ്ങനെയാണല്ലോ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നത്. പോ പൂച്ചനെ ഇഷ്ടപ്പെട്ടൊന്നും നീ എടുക്കണ്ട. അപ്പോൾ ശ്രുതി ഇവിടെ നിന്ന് മാങ്ങ പറിച്ചിട്ട് ചേച്ചി നമുക്ക് അച്ചാറിട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ റെസിപ്പിയിൽ ചേച്ചി ഇട്ടും പൊടി ടേസ്റ്റ് അച്ചാർ ഉണ്ടാക്കിയത്. ചേച്ചിയുടെ അച്ചാർ പുളി അപ്പം എന്താ അച്ചാറുള്ള സംഭവം. ഇത് നമുക്ക് ചേച്ചി അച്ചാറിട്ട് തന്നെയായിരിക്കും. ആ സമയത്ത് നമ്മൾ വേറെ ബ്ലോഗിൽ ഞാൻ കാണിച്ചു തരാം. ചേച്ചി നേരത്തെ ഇട്ടതൊക്കെ ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇവിടെ തന്നെ വരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. പോവാം നമുക്ക്. സമയം ശ്രുതി ഇരുട്ടായി തുടങ്ങില്ല. പോവാം. ഇനി ഇവിടെ തിന്നുകൊണ്ടിരിക്കും തീറ്റയും മതി. ശ്രുതി സമയം പോകണ്ട. അവിടെ പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് കൊടുക്കണ്ടേ. മീൻ വാങ്ങിച്ചത് മീൻ വശി ഇവിടെ തന്നെ വെച്ച് ഇവിടെ ചേച്ചിയുടെ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ നാളെ എടുക്കുള്ളൂ. നമുക്ക് ഇന്ന് രാത്രി വെക്കാൻ സമയം ഉണ്ടാവില്ല. ഇവിടെ ഇരുട്ടായി. നമുക്ക് വീട്ടിൽ പോകാം. ഇരുട്ടായി തുടങ്ങിയ കേസ് നിങ്ങൾ കാണുന്നുണ്ടോ? വെളിച്ചം ചെറുതായിട്ടുള്ളൂ, കുറഞ്ഞു വരുന്നുണ്ട്. ഭാഗ്യം ഇന്ന് വലിയ കുഴപ്പമില്ല. എത്ര ഇട്ടായിരുന്നു. ശ്രുതിക്ക് പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് പോയിട്ട്. അതുകൊണ്ട് അങ്ങോട്ട് ഓടണം. സമയത്താണ് ഇന്ന് ഇത്രയും കാർഡ് ചെയ്തത്. എല്ലാം ഫാസ്റ്റ് ഇടുമ്പോൾ തീർത്തിട്ടുണ്ട്. അതൊരു കാര്യം. എന്താ ശ്രുതി? നമുക്ക് തലാന വാങ്ങിച്ചു കേസ്. ഒരു തലാന വാങ്ങിച്ച് നമ്മൾ ചേട്ടൻ ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് കൂടി ചേർത്ത് ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്നപ്പോൾ നമ്മൾ അതാണ് നമ്മൾ എടുക്കുക. നമ്മുടെ തലേന്ന് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇത് ശ്രുതിക്കുള്ള തലേനയാണ്. എന്താ ശ്രുതി? ഭയങ്കര ഇതാണ്. ഹൈറ്റുമാണ്, ഹാർഡുമാണ്. അവിടെ ശ്രുതിക്ക് ചെറുതാണ്. തലങ്ങനെ കിടക്കൂല. അതുകൊണ്ട് ശ്രുതിക്കുള്ള ചെറുതാണ് വാങ്ങിച്ചു കൊടുത്ത് എൻ്റെ കൈ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഇരുട്ടായി കണ്ടോ വയസ്സ് ഇരുട്ടായില്ലേ? നല്ല ഇരുട്ടായി തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് ഓടാം. ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. ഇനി പോകുന്ന വഴിക്ക് എടുക്കാൻ പറ്റില്ല, വെട്ടമില്ല, ഇരുട്ടായി തുടങ്ങിയില്ല, കാണൂല. അതാണ് പ്രശ്നം. ഞാൻ മുകളിൽ റോഡിലെത്തി. നമ്മൾ സ്ട്രീറ്റായിട്ട് മുകളിൽ കാണുന്നത് ശ്രുതി ഇപ്പോൾ ഒരു മുകളിൽ നിന്ന് ശ്രുതി വീട്ടിലെ ബാഗ് വെക്കാൻ വേണ്ടി പോയിരിക്കുക. പുറത്തെത്തി വന്നത് മണ്ണെണ്ണയും തലാണിയും സാധനം കുറച്ച് ശ്രുതി വരുന്നത്. നമുക്ക് ശോശാൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അവിടെ ഇഞ്ചക്ഷൻ എടുത്ത് കൊടുക്കാണ്ട് ശ്രുതിക്ക്. ആ പാടം വരെ നമുക്കൊന്ന് പോകണം. എനിക്ക് അവർക്ക് എടുത്ത് കൊടുക്കാൻ ശ്രുതി എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനോട് പോകണം. അപ്പോൾ എന്താ പോട്ടാ? വെള്ളം വേണം. താങ്ക് യു. ശ്രുതി വെള്ളം കൊണ്ടുവന്ന് കുടിക്കാനായിട്ട്. ഞാൻ അങ്ങോട്ട് അടിച്ചേ. എനിക്ക് പെട്ടെന്നിരിക്കുമായിരുന്നു, ദാഹിച്ചിരിക്കുമായിരുന്നു. വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു. വെള്ളം കുടിക്കാണ്. വെള്ളം ആഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ ശ്വാസാൻ്റെ വീട്ടിൽ കുടിക്കാന്ന് വെച്ചിരിക്കുന്നു. എൻ്റെ ശ്രുതി താഴത്തിന് വെള്ളം കൊണ്ടുവന്ന് ഒത്തിരി കിട്ടി. ഞാൻ കുടിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ചേച്ചി വീട്ടിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നതാണ്. പക്ഷെ നടന്ന് എടുക്കാൻ പറ്റിയില്ല. കാരണം ക്യാൻഡിലാണ്. ക്യാൻഡിൽ അത് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ല. അത് പൊള്ളി പിടിക്കും. അപ്പോൾ നമ്മൾ പോവാണ്. കുറേ കഥയും പറഞ്ഞ് ഇവിടെ സമയം പോയി. തീർന്നില്ല. ഇത്രയും കഥ പറഞ്ഞ് നിൽക്കില്ല. ഇതിന് വെട്ടമൊന്നുമില്ല ഗൈസ്. ഇവിടെ ശ്രുതി നിൽക്കുന്നത് കാണുന്നുണ്ടോ? ശ്രുതി ഇവിടെ നിൽപ്പുണ്ട്. വെള്ള ഡ്രസ്സ് ഇട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് ശ്രുതിയെ കാണുന്നില്ലല്ലോ. എവിടെ ശ്രുതിയെ കാണുന്നുണ്ടല്ലോ? ശ്രുതിയെ കാണുന്നില്ല. അതാണ് അത്രയും വെട്ടമുള്ളൂ. പക്ഷേ അങ്ങോട്ട് ഫുള്ള് ഇരുട്ടാണ്. അങ്ങ് അറ്റാൻ വരെ. ഇപ്പോഴാണ് കാണുന്നത്. നോക്കി വീട്ടിൽ പോവാം. വീട്ടിലേക്കല്ല, മുകളിൽ തങ്കച്ചി വീട്ടിൽ പോകണം അല്ലേ? നമ്മൾ മരിപ്പ് വീട്ടിൽ നിന്ന് എത്തി. അപ്പം അവിടെ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഓട്ടോറിക്ഷ വന്നു. ഇപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ കസേര അങ്ങനെ ടാർപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതായത് കൊണ്ടുപോകാൻ വേണ്ടി വന്നേനും. അവരെല്ലാം സാധനങ്ങളും കയറ്റട്ടെ. എന്നിട്ട് കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പോകാം. അവർക്ക് ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തിട്ട്. ശ്രുതി എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ നോട്ടുണ്ട്. പോയി നോക്കട്ടെ. ശ്രുതി കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യും.
നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. സമയം ഏകദേശം 11:30 ഇപ്പോഴാണ് വീട്ടിൽ പോകുന്നത്. കിച്ചു നോക്കിയിരിക്കുന്ന ശ്രുതി. ഇതേ ഗൈസ് കിച്ചു താഴത്തിറങ്ങി അവനോട് കൂടെ വരും. വാ ഇവിടെ. അപ്പോൾ ഗൈസ് നമ്മൾ 11 മണി കഴിഞ്ഞു. പക്ഷെ എൻ്റെ 11:30 അവിടെ ഇരുന്ന് കഥയും പറഞ്ഞ് ഒരുപാട് തെറ്റായി. നാളെ ഇത്രയും വേണ്ടല്ലോ നിശു, മനസ്സിലായില്ല? ആയിക്കോട്ടെ. നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി പോയിട്ട് നോക്കാനായിട്ട് കിച്ചു വന്നില്ലേ? അപ്പോൾ അവൻ തിരിച്ച് പോയിക്കണം. കുഴപ്പമില്ല, പോട്ടെ. വവായിലോട്ട് നോക്കിയിരിക്കുന്നു. എന്തായാലും നമ്മുടെ സ്വർഗത്തിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ പൊന്നു ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ചോറ് കഴിച്ച് പറഞ്ഞ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അവിടെ കഥയും പറഞ്ഞിരുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ചോറ് കഴിച്ചു, രസം ഉണ്ടായിരുന്നു, 2 ഇടിയപ്പവും കഴിച്ചു ഞാൻ. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, അരിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. ചേർത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ വെള്ളം കുടിക്കാം, മെഡിസിൻ കഴിക്കാൻ കിടന്നുറങ്ങും. അതൊക്കെ പരിപാടി അല്ലേ നിശു? നമ്മുടെ ഇന്ന് രാത്രിത്തെ പരിപാടി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഡേ ലൈഫ് വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ലെങ്ത് കൂടിപ്പോയും ചെറിയ സംശയം ഉണ്ടായിരുന്നു. എന്തായാലും എഡിറ്റ് ചെയ്ത് ജോയിൻ ചെയ്യുമ്പോൾ അറിയാം എന്താ അവസ്ഥ എന്ന്. അപ്പോൾ ലെങ്ത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോൾ മാക്സിമം താമസിച്ചത് അടുത്ത ബ്ലോഗായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രം മാർജ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൊടുക്കാൻ വേണ്ടി മറക്കരുത്. താഴെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിലെ പഴയ വീഡിയോസ് ഒക്കെ കാണാം. അപ്പോഴേ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നമ്മുടെ ലവ് സ്റ്റോറി, പിന്നെ എനിക്ക് വയ്യാതായതിന്റെ അവസ്ഥയും കാരണം പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് കുറെ കാലം അപ്ഡേറ്റ് ചെയ്യുന്ന ബ്ലോഗായിട്ട്. പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യാൻ, നമ്മളെ കോൺടാക്ട് ചെയ്യാനും നമ്മൾ മെസ്സേജ് അയക്കാനൊക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാൻ താഴെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് രണ്ടുപേരുടെയും. പിന്നെ എൻ്റെ ഫേസ്ബുക്കിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് അവിടെ മെസ്സേജ് അയക്കാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ. നമ്മുടെ കോൺടാക്ട് നമ്പറൊക്കെ അവിടെ തരുന്നതായിരിക്കും മെസ്സേജ് ചോദിച്ചാൽ. ഓക്കെ.